ആ മക്കളെ, നിങ്ങൾ പാട്ട് പഠിക്കുമായിരിക്കുമല്ലേ? എനിക്ക് എന്നെ പറ്റി ഒരു പാട്ടുണ്ടാക്കിയ പാടിയാണ്. കയ്യിലും പൈസ ഇല്ല, ജോലിക്കും പോവത്തില്ല, ശശി ഒരു മഴ കരുത. ശശി ഒരു മഴ. മക്കളെ ഇതെന്തൊരു പാട്ട്? ശശി ഒരു മഴ. ആ കോപ്പ് അവന്മാരെ ഇലക്ഷന് വേണ്ടിട്ട് ഒരു പാട്ട് പാടാൻ പറഞ്ഞപ്പോഴത്തേക്ക് അവന്മാരുടെ ഒരു കോപ്പും കൊണ്ട് വന്നേക്കുന്നു. അച്ഛൻ ഇലക്ഷൻ നിൽക്കുന്ന അച്ഛന്റെ എതിർ സ്ഥാനാർത്ഥിയുടെ ആരാണോ നിക്കുന്ന? അപ്പുറത്തോട്ടുള്ള സരസു ചേച്ചി. സരസുവാ? എന്തിയാ പോയാ? എന്തോടാ പ്രശ്നം? എന്റെ എതിർ സ്ഥാനാർത്ഥിയായിട്ട് സരസുവാണോ നിക്കുന്ന? അതിനെന്തോ കുഴപ്പം? കുഴപ്പമേ ഉള്ളൂ. എടാ, അവള് ജയിക്കത്തില്ല. ഈ നാട്ടിലെ പടുപ്പും സുന്ദരനും സുഗമനുമായ എല്ലാ വ്യക്തിയും നീയല്ലേ? ആ തന്നല്ലേ, അപ്പൊ ഞാനേ ജയിക്കൂ. ആ മക്കളെ, ഞാൻ തന്നെ ഇലക്ഷൻ നിൽക്കാൻ പോവാ. ഞാൻ അച്ഛനെ പറ്റി ഒരു പാട്ടുണ്ടാക്കിയാണ്. അച്ഛന്ന് പോയാച്ച നമ്മളോടൊപ്പം ഇങ്ങനെ ബിസിയാ. സരസു ചേച്ചി പാട്ടൊക്കെ തന്നേക്കോ, പഠിക്കോ. സരസു 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 ഓരോട്ട് സരസു സരസു ഓരോട്ട് സരസു സരസു. ആ ഇത് കൊള്ളാൻ പിള്ളേരെ. എന്നെ അച്ഛനെ പറ്റി ഒരു പാട്ടുണ്ടാക്ക്. എങ്കിൽ ശരിയാച്ച, നമ്മൾ ഇപ്പൊ നടക്കാം. ഏത് പാട്ട് വേണോളാം? ആവേശമെങ്കിൽ ആവേശം. തുടങ്ങിക്കോ. നാടിൻ നന്മകനെ പൊന്മകനെ നമ്മുടെ ശശി, മിന്നും സൂര്യനും ചന്ദ്രനും ഒന്നായ ശശി, കാലം കാത്തുവെച്ച രക്ഷകൻ ഞങ്ങൾ കണ്ണനായി വന്നവനെ. സരസുവനം വന്നാൽ നീ എങ്ങോട്ട് മാറി നിൽക്കി വരും ജജബയ്യല്ലാത്തും ഇവനെ തൊഴുവാനായി തിരക്ക് കാലം എടുത്തു വെച്ച സ്വർഗം പോലെ ഇല്ലും ശശിയണ്ണൻ ഇല്ലും ശശിയണ്ണൻ. ആ മക്കളെ, പാട്ടല്ല സൂപ്പർ. പക്ഷെ എന്റെ ചിന്ന കൊട അത് വെച്ചിട്ട് ഇവിടെ ഒരു പാട്ടുണ്ടാക്കിയാണ്. കൊടവല്ലി ആ കുത്ത് കുത്ത് കൊടത്തി കുത്ത്. ആ ശശിയണ്ണന്റെ കൊടത്തി കുത്ത്. ആ കുത്ത് കുത്ത് കൊടത്തി കുത്ത്. ശശിയണ്ണന്റെ കൊടത്തി കുത്ത്. അതാ നിങ്ങളുടെ പിള്ളേരുടെ പാട്ട് കൊള്ളാല്ലേ? അത് പിന്നെ എന്റെ മക്കളല്ലേ, പിന്നെ അങ്ങനെയല്ലേ വരൂ. അത് മാത്രമേ ഒരു കുറവുള്ളൂ. അതുകൊണ്ട് നമുക്ക് എന്തൊട്ട് പ്രചാരണത്തിന് ഇറങ്ങാം. നമുക്ക് നാളെ തൊട്ട് ഇറങ്ങാം.